കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ താങ്ങാനാവാതെയായിരുന്നു ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇപ്പോ അമ്മയും മകളും ഒന്നിച്ചു ചേർന്ന് കാണും. എത്രയോ കാലമായിട്ട് കാത്തിരിക്കുന്നതാ അമ്മ. ഒരു കാര്യം സത്യമാണ്, മാതൃത്വം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. തടസ്സം സൃഷ്ടിക്കാൻ എത്ര പേര് ശ്രമിച്ചാലും പൊക്കിൾക്കൊടിയുടെ ശക്തി അവരെ തമ്മിൽ ഒന്നിച്ചു ചേർത്തിരിക്കും. രാധിക വരുന്നുണ്ട്. എന്തു പറ്റി മോളെ? എന്താ കരയുന്നേ? ഈശ്വര, സന്തോഷത്തോടെ ആയിരിക്കും മോള് തിരിച്ചു വരിക എന്നാണല്ലോ കരുതിയത്. എന്നിട്ട് ആരും പരിഭ്രമിക്കണ്ട. പെട്ടെന്നൊരു ദിവസം സ്വന്തം പെറ്റമ്മയെ മുന്നിൽ കണ്ടാൽ ചിലപ്പോ നിയന്ത്രണം വിട്ടുപോകും. ഉള്ളിൽ തോന്നുന്ന എല്ലാ വികാരങ്ങളും കണ്ണീരിലൂടെ ആവും പുറത്തു വരിക. കരഞ്ഞോട്ടെ, അവളുടെ മനസ്സ് ഫ്രീ ആകുന്നതുവരെ കരഞ്ഞോട്ടെ. ആരും അടുത്തു പോണ്ട, ശല്യം ചെയ്യണ്ട. വരൂ, ശ്യാമയൊന്ന് വിളിക്കേ. വേണ്ട, വരൂ. ശ്യാമയും ഈ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഫോൺ ചെയ്ത് അവരെ ശല്യപ്പെടുത്തണ്ട. കുറച്ചു കഴിഞ്ഞ് നീ അടുത്തിരിക്കണം. അവളുടെ വേദനയും സന്തോഷവും ഒക്കെ നിന്നോട് പറയാനല്ലേ അവൾക്ക് എളുപ്പം. തെറ്റുപറ്റിപ്പോയി നമുക്ക്. അവള് നിഷേധിക്കുമെന്ന് പറഞ്ഞ് ഈ ദേഷ്യം കിട്ടിയതൊക്കെ വെറുതെയായി. ഒന്നും വേണ്ടായിരുന്നു. കണ്ട നിമിഷം തന്നെ ചേർത്ത് പിടിക്കണായിരുന്നു, കൂടെ കൂട്ടണായിരുന്നു. അതും തോന്നിച്ചില്ലല്ലോ ദൈവം. ആൾമാറാട്ടക്കാരിയായ ഒരമ്മ, അതിനപ്പുറത്തേക്ക് അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടോ? ശ്യാമേ, രാധിക ഇതറിയുമ്പോ ആദ്യം ഇതേ റിയാക്ഷൻ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? ആദ്യവും അവസാനവും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ശ്യാമയെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാന്ന് എടുത്തേക്കറിയോ? പാടാനല്ല, കരയാനാ. ഒരു നിമിഷം ശ്യാമ കണ്ണ് തോർന്ന് നടന്ന ദൈവം ചിലപ്പോ തോറ്റുപോകും. ചാകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു. അല്ലായിരുന്നെങ്കിൽ നിഷേധിച്ച് തിരിച്ചു പോയാലും രാധികയുടെ മനസ്സ് അടങ്ങിയിരിക്കില്ല. കാരണം അവൾ ഇറങ്ങിപ്പോയത് അവളുടെ അമ്മയുടെ മുമ്പിൽ നിന്നു. ഇതയെ അമ്മയായി സ്നേഹിച്ചൊരു പെൺകുട്ടി, യശോദയെ പെറ്റമ്മയെ പോലെ കണ്ടൊരു പെൺകുട്ടി 10 മാസം ചുമന്ന ഒരു അമ്മയോട് സ്നേഹം കാണിക്കാതിരിക്കില്ല. ശ്യാമ അത് എത്ര തള്ളി പറഞ്ഞാലും ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാഡത്തിന് എന്നോട് പ്രിയം തോന്നിയത്? മാഡം എങ്ങനെയാ എന്നെ കാണുന്നത്? മാഡം ഇത്രയും സ്നേഹിക്കാൻ കാരണം എന്താ എന്നൊക്കെ. ഒറ്റ കാരണേ ഉള്ളൂ, നീ എന്റെ മോളായതുകൊണ്ട്. ചില ആളുകളെ ആദ്യമായിട്ട് കാണുമ്പോൾ ഇവര് നമ്മുടെ സ്വന്തമാണ്, ഇതിനു മുമ്പേ നമ്മൾ കാണേണ്ടതാണ് എന്നൊക്കെ തോന്നില്ലേ? അങ്ങനൊരു തോന്നല എനിക്ക് മോളെ കണ്ടപ്പോ. അച്ഛനും അമ്മയും സംശയങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, മാഡത്തിന് മോളെ പോലെ തന്നെയാണെന്ന്. ഞാൻ വാരി തരട്ടെ? അല്ല, അത് വേണ്ട. സാരമില്ല, ഞാൻ കുഴപ്പമില്ല.
തന്നില്ലേ? അപ്പൊ അമ്മയ്ക്ക് ചില അവകാശങ്ങളൊക്കെ ഇല്ലേ? ദാ കഴിക്കൂ. എനിക്കോ? വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താ കുട്ടിയെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ തരാതിരിക്കാൻ പറ്റുമോ? സത്യമായിട്ടും ഇതൊന്നും വേണ്ട മാഡം. പറയുന്നത് കേൾക്കൂ കുട്ടി. நிலாவே வாடாத பூவே என் வாழ்வில் மீண்டும் என ஈன்ற தாயே